ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 4 വൃന്ദാവന ഗമനം, വത്സാസുര മോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: സന്നന്ദന്റെ ഈ വാക്കുകൾ കേട്ട ശേഷം നന്ദൻ ഗോപഗണങ്ങളോടൊപ്പം വൃന്ദാവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുതിരകളെയും രഥങ്ങളെയും സജ്ജമാക്കിയ ശേഷം രോഹിണിയെയും മറ്റ് ഗോപാംഗനമാരെയും കൂട്ടി നന്ദഗോപൻ രഥത്തിൽ കയറി. അനേകം കുതിരവണ്ടികളിലായി രാമകൃഷ്ണന്മാരോടൊപ്പം ആബാലവൃദ്ധരും ഗോപീഗോപന്മാരും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അതോടൊപ്പം വൃഷഭാനു തന്റെ പുത്രിയായ രാധയെ മടിയിലിരുത്തി പത്നി സമേതം ആനപ്പുറത്തിരുന്ന് വൃന്ദാവനത്തിലേക്ക് പോയി. ഗോപന്മാർ യാത്രാമധ്യേ ശംഖ് വിളിക്കുകയും ധ്വനികൾ മുഴക്കുകയും ചെയ്തിരുന്നു. നന്ദന്മാരും ഉപനന്ദന്മാരും 6 വൃഷഭാനുക്കളും അവരുടെ ബന്ധുക്കളും അനേകം പശുക്കളും സഹിതം വൃന്ദാവനത്തിലേക്ക് യാത്രയായി. എല്ലാ ഗോപീഗോപന്മാരും വൃന്ദാവനത്തിൽ പ്രവേശിച്ച ശേഷം വെവ്വേറെ കുടിലുകൾ ഉണ്ടാക്കി പലയിടത്തായി താമസം തുടങ്ങി. വൃഷഭാനു സ്വന്തം ആവശ്യത്തിനായി 4 യോജന വിസ്താരത്തിൽ വൃഷഭാനുപുരം എന്നൊരു നഗരമുണ്ടാക്കി. മഞ്ഞപ്പട്ട് ധരിച്ചും ഓടക്കുഴൽ വിളിച്ചും കൊണ്ട് ശ്രീകൃഷ്ണനും നീലപ്പട്ട് ധരിച്ചുകൊണ്ട് ബലരാമനും നന്ദനഗരത്തിലും വൃഷഭാനുപുരത്തിലും മറ്റ് ഗോപബാലകരോടൊപ്പം ബാലലീലകളിൽ ഏർപ്പെടുകയും പശുക്കളെ മേയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കംസൻ അയച്ച വത്സാസുരൻ എന്ന പശുവിന്റെ രൂപത്തിലുള്ള അസുരൻ ആ ഗോപബാലകർ മേയ്ച്ചിരുന്ന പശുക്കളുടെ കൂട്ടത്തോടൊപ്പം ചേർന്നു. അതു മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ ആ അസുരന്റെ അടുത്തു ചെന്നു. പെട്ടെന്ന് അസുരൻ തന്റെ പിൻകാലുകൾ കൊണ്ട് ശ്രീകൃഷ്ണന്റെ ചുമലിൽ പ്രഹരിച്ചു. അതു കണ്ട് മറ്റ് ഗോപബാലകന്മാർ ഓടിപ്പോയെങ്കിലും കൃഷ്ണൻ വത്സാസുരന്റെ കാലുകൾ പിടിച്ച് കറക്കി നിലത്തടിച്ചു. ശേഷം ഭഗവാൻ ആ അസുരനെ എടുത്ത് ഒരു കബിത്ത വൃക്ഷത്തിൽ അടിച്ചു. അതോടെ ആ അസുരൻ മരിച്ചു. കൂട്ടത്തിൽ ആ വൃക്ഷവും അതു ചെന്ന് വീണ് മറ്റ് വൃക്ഷങ്ങളും നിലം പതിച്ചു. ഗോപബാലന്മാർ ഭഗവാനെ അഭിനന്ദിച്ചു. ദേവന്മാർ ജയാരവം മുഴക്കിക്കൊണ്ട് പൂക്കൾ വർഷിച്ചു. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ശ്രീനാരദൻ വത്സാസുരന്റെ പൂർവചരിത്രം വിവരിച്ചു. മുരാസുരന് പ്രമീളൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ആ അസുരൻ അതിശക്തനാകയാൽ ദേവന്മാരെ പോലും കീഴടക്കിയിരുന്നു. ഒരു ദിവസം പ്രമീളൻ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ മഹർഷിയുടെ ഹോമധേനുവായ നന്ദിനിയെ കണ്ടു. ആ പശുവിനെ കൈക്കലാക്കാൻ പ്രമീളൻ ബ്രാഹ്മണവേഷം ധരിച്ച ശേഷം വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് ആ പശുവിന് വേണ്ടി യാചിച്ചു. വസിഷ്ഠ മഹർഷി ദിവ്യദൃഷ്ടിയാൽ എല്ലാം മനസ്സിലാക്കുകയും മൗനം അവലംബിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാം മനസ്സിലാക്കിയ നന്ദിനി പശു പ്രമീളനെ ഇപ്രകാരം ശപിച്ചു: നീ മുരന്റെ പുത്രനായ അസുരനാണ്. നീ ബ്രാഹ്മണവേഷം ധരിച്ച് എന്നെ അപഹരിക്കാൻ ശ്രമിച്ചതിനാൽ നീ പശുക്കുട്ടിയായി മാറട്ടെ. ഉടനെ ആ അസുരൻ ഒരു പശുക്കുട്ടിയായി മാറി. തന്നെ രക്ഷിക്കണം എന്ന് പ്രമീളൻ നന്ദിനിയോടും വസിഷ്ഠ മഹർഷിയോടും അപേക്ഷിച്ചു. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ പശുക്കളെ മേച്ചു വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രവേശിച്ച ശേഷം പ്രമീളന് മോക്ഷം ലഭിക്കുമെന്ന് നന്ദിനി അനുഗ്രഹിച്ചു. അങ്ങനെ ആ ശാപവും ശാപമോക്ഷവും കാരണം വത്സാസുരന് മുക്തി ലഭിച്ചു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 4ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.